ഞാനിപ്പോൾ വയനാട് ഇസ്ലാമിക് സെൻറ്ററിലാണ്. രാവിലെ തന്നെ ഈ ദുരിത മേഖലയിലേക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്താണ് SKSFൻ്റെ കാളികാവ് മേഖലയിൽ നിന്നുള്ളൊരു വാഹനം ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഈ വാഹനത്തിൽ നിറയെ അവശ്യ സാധനങ്ങളുമായിട്ടുള്ള വെള്ളം, അതുപോലെ വസ്ത്രം, ചെരിപ്പുകൾ, അതുപോലെ തന്നെ ആവശ്യമായ സാധനങ്ങൾ, പുതപ്പുകൾ, അങ്ങനെ തുടങ്ങിയ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് എത്രമാത്രമാണ് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടൊരു വാഹനമാണ്. ഈ ഇസ്ലാമിക് സെൻറ്ററിലാണ് സമസ്തയുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ പോഷക സംഘടനകളൊക്കെ സ്വരൂപിക്കുന്ന സഹായ ഹസ്തങ്ങൾ അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന അവശ്യ സാധനങ്ങൾ ഈ ഇസ്ലാമിക് സെൻറ്ററിലാണ് എത്തിക്കേണ്ടത്. അത് എത്തിച്ചതിന് ശേഷം ഇവിടെ നിന്ന് ക്രോഡീകരിച്ച് സമസ്തയുടെ ഒന്നായിട്ട് ഇതിൻ്റെ ചുമതലപ്പെട്ട ആളുകൾ ഇവിടെ നിന്നും ആ ദുരന്ത മേഖലയിലേക്ക് കൊണ്ടുപോവുകയാണ് സമസ്തയുമായി ബന്ധപ്പെട്ട പോഷക സംഘടനകളുടെ വിഷയത്തിൽ ചെയ്യുന്നത്. അത്തരത്തിൽ കാളികാവ് മേഖലയിൽ നിന്ന് വന്ന കുറച്ച് വിക്കായുടെ പ്രവർത്തകർ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. നിങ്ങൾ കാളികാവ് മേഖലയിൽ എവിടെ നിന്നാണ് വരുന്നത്? കാളികാവ് മേഖലയിലെ ഉതിരമ്പൊയിൽ എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഞാനുള്ളത്. അതേപോലെ പിന്നെ അടുത്തുള്ള പ്രദേശങ്ങളിലുള്ള ആളുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്താണ് ഇതിനകത്ത് നിങ്ങളുടെ സംഗതികളൊക്കെ എന്താണ്? ഇന്നലെ ഇത് അറിഞ്ഞത് മുതൽ നമ്മൾ പിന്നെ കമ്മിറ്റി കൂടി ശേഖരിക്കുകയും കാളികാവിലെയും പരിസര പ്രദേശങ്ങളിലെയും കടകളിൽ നിന്നൊക്കെ വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ ഇവർക്ക് അത്യാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട പിന്നെ സാനിറ്ററി പാഡുകളടക്കമുള്ള കാര്യങ്ങൾ, ചെരുപ്പ്, അതുപോലെ വാട്ടർ ബോട്ടിൽ, ഇങ്ങനെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് ഉണ്ട്, പാക്കറ്റ് ഫുഡുകളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ വ്യാപാരികളൊക്കെ വളരെ സന്തോഷത്തോടു കൂടെ അവർ അകമഞ്ഞ് സഹായിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് വാഹനത്തിൽ കൊള്ളാത്ത രീതിയിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ കളക്ഷൻ നിർത്തിയ ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ഞാനൊരു ദൃശ്യം കാണുകയുണ്ടായി. എവിടെ നിന്നാണെന്നറിയില്ല, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നതാണ്. ഒരു ചെരുപ്പ് കടയിൽ, ആ ചെരുപ്പ് കടയിലുള്ള മുഴുവൻ ചെരുപ്പുകളും അദ്ദേഹം എടുത്ത് കൊടുക്കുന്നൊരു ദൃശ്യമാണ്. കാരണം അത്തരത്തിൽ ആളുകൾ അതിൻ്റെ ഒരു സഹായ മനസ്കത, അതിൻ്റെ വ്യാപ്തിയിലേക്ക് നമ്മൾ മലയാളികൾ എപ്പോഴും നമ്മുടെ ഒരു സവിശേഷതയും അതാണ്. നിങ്ങളിങ്ങനെ കടകളിലൊക്കെ പോയപ്പോൾ അവിടുത്തെ ആളുകളുടെ ഒരു അപ്രോച്ച് എന്താണ്? ശരിക്കും അവർ കൂടുതൽ തരാൻ തയ്യാറാണോ, അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച എണ്ണം മാത്രം തരാനാണ്? എന്താണ് അവരുടെയൊക്കെ ഒരു താല്പര്യമൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാ കടകളിലും നല്ല പിന്തുണയാണ്. നമ്മൾ വസ്ത്ര സ്ഥാപനങ്ങളിലൊക്കെ കയറുന്ന സമയത്ത് അവർ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ഒരുപാട് സാധനങ്ങൾ ശേഖരിച്ച് റെഡിയാക്കി ഐറ്റം തിരിച്ച് നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ഇനിയും വേണോ, നമ്മുടെ വാഹനത്തിൽ ഇനി സൗകര്യം ഉണ്ടെങ്കിൽ ഇനിയും തരാൻ തയ്യാറെന്നുള്ള മാനസികാവസ്ഥയിലാണ് അവരെല്ലാവരും. അതുപോലെ നമ്മൾ ഭക്ഷണ സാധനങ്ങളിൽ ബിസ്ക്കറ്റ് ഐറ്റംസുകളൊക്കെ കടകളിൽ ചോദിക്കുന്ന സമയത്ത് ആവശ്യത്തിലധികം അവരൊക്കെ നമ്മെ ഏൽപ്പിക്കണം. ഉത്തരവാദിത്തോടു കൂടി ഇത് അവിടെ എത്തുമെന്നുള്ള വിശ്വാസത്തോടു കൂടി അവരെല്ലാവരും നമ്മെ ഏൽപ്പിക്കുകയാണ്. നമുക്ക് ഈ വാഹനത്തിലേക്കൊന്ന് പോകാം. ഇതിനകത്തിപ്പോൾ നമുക്ക് കാണാവുന്നതുപോലെ മുകളിൽ വാട്ടർ ബോട്ടിലുകളുണ്ട്. പിന്നെ ഇതിനകത്തെല്ലാം ഈ പറഞ്ഞ പോലെ അവശ്യ സാധനങ്ങളെല്ലാം നിറച്ചുകൊണ്ടാണ് ഇവരുടെ ഈ യാത്ര വന്നിട്ടുള്ളത്. എനിക്കൊറ്റ കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇന്നലെയൊക്കെ കണ്ട വളരെ ദയനീയമായിട്ടുള്ളൊരു കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ വീടുകളിലുള്ള ആ പഴയ തുണിത്തരങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും കൊണ്ടുവന്ന് ആളുകൾ ഇവർക്ക് കൊടുക്കുന്ന ഒരു പ്രവണതയുണ്ട്. ദയവ് ചെയ്ത് അവർ ഒരു നിലക്കും നിങ്ങൾ അത്തരത്തിലുള്ള ഒരു സഹായത്തിന് വേണ്ടി നിങ്ങൾ കൊടുക്കരുത്. കാരണം ഇന്നലെ മിനിയാന്ന് രാത്രി വരെ ഇസ്സത്തോടുകൂടി ജീവിച്ച, ഏറ്റവും നല്ല പുതപ്പ് മൂടിക്കിടന്ന, ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച ആളുകളാണ്. അവർ ഇത്തരമൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത് അവരുടെ കാരണം കൊണ്ടല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നൽകാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ നൽകാതിരിക്കുക എന്നത് മാത്രമാണ് അവിടുത്തെ ഏറ്റവും നല്ല പരിഹാരം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല വസ്ത്രമായാലും ഏറ്റവും നല്ല ഭക്ഷണമായാലും അവർക്ക് നൽകുവാൻ ശ്രമിക്കുക. അവരും നമ്മളെപ്പോലെയാണ്, നമ്മളിൽ ഒരുവരാണ് എന്ന ഒരു ചേർത്ത് നിർത്തലാണ് ഇത്തരം സഹായഹസ്തം ചെയ്യുന്ന ആളുകൾ ചെയ്യേണ്ടത് എന്നതുകൂടി പ്രത്യേകമായിട്ട് ഇവിടെ ഉണർത്തുകയാണ്. ഏതായിരുന്നാലും സംസ്ഥയുടെ പ്രവർത്തകർ ഇന്ന് ഇത്തരം വയനാട് ഇസ്ലാമിക് സെൻറ്ററിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കും. ഇവിടെ നിന്ന് ക്രോഡീകരിച്ചുകൊണ്ട് ദുരന്ത മുഖത്തേക്ക് എത്തിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുകൂടി പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ്.